ആണിനും പെണ്ണിനും വെവ്വേറെ ഇടനാഴി, അധ്യാപികമാർക്ക് കോട്ട്, ലിംഗവിവേചനത്തിനെതിരെ ജോലി രാജിവെച്ച അധ്യാപിക, അർദ്ധസത്യങ്ങളും അസത്യ പ്രചരണങ്ങളുമായി കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ പ്രശസ്തമായ കൊല്ലമുള ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂളിനെതിരെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ തികച്ചും പക്ഷപാതപരമായി ദുർവ്യാഖ്യാനം നൽകിയ വാർത്താ തലക്കെട്ടുകളാണ് ഇത്. യൂണിഫോം ധരിക്കാൻ വിസമ്മതിച്ച് സ്വയം രാജിവെച്ച സ്കൂൾ അധ്യാപിക ഉന്നയിച്ച ആരോപണങ്ങളാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ വസ്തുതകളുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ മെനക്കെടാതെ ഏറ്റുപിടിച്ചത്. ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് നേരെയാകുമ്പോൾ അവർക്ക് അങ്ങനെ മതിയല്ലോ. സ്കൂളിൽ ലിംഗവിവേചനമാണുള്ളത് എന്നാണ് അധ്യാപികയുടെ പ്രധാന ആരോപണം. സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക വഴികളാണ് അത്രേ. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കാൻ പാടില്ല. ഇങ്ങനെ പോകുന്നു ആരോപണങ്ങൾ. യാഥാർത്ഥ്യങ്ങളോട് ഒട്ടും നീതി പുലർത്താത്ത ഈ വാർത്ത നൽകിയവർക്ക് ചുട്ട മറുപടിയുമായി സ്കൂൾ മാനേജർ രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ ലിറ്റിൽ ഫ്ലവർ പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ് കൊല്ലമുളയെക്കുറിച്ച് പ്രചരിപ്പിക്കുന്ന ചില അസത്യങ്ങൾ, അബദ്ധധാരണകൾ ജനിപ്പിക്കുന്നതാണ്. യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ വികലമായ മനസ്സിൻ്റെ ഉടമകൾ പ്രചരിപ്പിക്കുന്ന പലതും യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. ഒന്നാമത് ടീച്ചേഴ്സിൻ്റെ കോട്ട്, അത് വർഷങ്ങൾക്ക് മുൻപ് ടീച്ചേഴ്സിൻ്റെ തന്നെ ആവശ്യപ്രകാരം ആരംഭിച്ചതാണ്. രണ്ടാമത് ബോയ്സിനും ഗേൾസിനും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ കോറിഡോറുകൾ. ശരിയാണ്, ഈ സ്കൂളിന് രണ്ട് വശത്ത്, ക്ലാസ് റൂമുകളുടെ രണ്ട് വശത്തും കോറിഡോറുകളുണ്ട്. അത് ചെന്നെത്തുന്നത് രണ്ട് വശത്തും അവരുടെ ശൗചാലയത്തിൻ്റെ മുന്നിലാണ്. ആൺകുട്ടികൾക്ക് ഒരു വശത്ത്, പെൺകുട്ടികൾക്ക് മറുവശത്ത്. ബാക്കി എല്ലായിടത്തും ഇടനാഴികളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാണ് സഞ്ചരിക്കുന്നത്. അതിനാരും ഒരിടത്തും ഒരു വിലക്കും കൽപ്പിച്ചിട്ടില്ല. മൂന്നാമത്, ക്ലാസ് റൂമുകളിൽ അവർക്ക് സംസാരിക്കുവാനായിട്ട് അവസരമില്ല, അനുവാദമില്ല. അത് ആ കുട്ടികളോട് തന്നെ ചോദിച്ചാൽ പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ വിദ്വേഷമോ അല്ലെങ്കിൽ തിരുത്തലുകൾ നടത്തപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ പലപ്പോഴും അത് നിഷേധിക്കും. വിദ്യാലയമാകുമ്പോൾ അവിടെ തിരുത്തലുകളും ശിക്ഷണ നടപടികളും ആവശ്യമായി വരും. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും മൂടിവയ്ക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ മാധ്യമ സംസ്കാരം ഇന്ന് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അക്ഷര വെളിച്ചം പകർന്ന സ്കൂളിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ കെട്ടിച്ചമച്ചതും ദുരുദ്ദേശത്തോടെയുള്ളതുമാണെന്നും അറിഞ്ഞു തന്നെയാണ് ഈ രീതിയിൽ വാർത്ത കൊടുക്കുന്നത്. സ്കൂളിൽ ഈ വർഷം പുതുതായി നിയമനം ലഭിച്ച അധ്യാപികയുടെ വാക്കുകളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അന്വേഷിക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള ക്രൈസ്തവ മാനേജ്മെന്റിന് കീഴിലുള്ള സ്കൂളിനോട് കൊടിയ ക്രൂരതയാണ് ചെയ്തതെന്ന് പറയാതെ വയ്യ.